ഈ മാതൃഭൂമിക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിലെ നമ്മുടെ NSSന്റെ ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് പിണറായിയുമായിട്ട് നല്ല ബന്ധമാണ്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. നല്ല കാര്യമാണ്. NSSന്റെ ജനറൽ സെക്രട്ടറിയെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, കാരണം അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കണം. നല്ല കാര്യമാണ്. പക്ഷെ മറ്റവന്മാർ വരത്തില്ല. അവർ പണ്ട് വന്നുകൊണ്ടിരുന്നതാ, അവരായിട്ട് നിർത്തിക്കളഞ്ഞതാണ്. അപ്പം ഈ NSS ജനറൽ സെക്രട്ടറിയെ പോയി ഇടയ്ക്കിടയ്ക്ക് കാണുന്നതും കാണാതിരിക്കുന്നതും ആണോ പ്രശ്നം? അതൊരു സിമ്പിൾ കാര്യമല്ലേ. NSS ഒരു വലിയ മഹാപ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാള് എന്നെ വന്ന് കണ്ടു കണ്ടില്ല, അതിന് വലിയൊക്കെ വളരെ പ്രധാനപ്പെട്ട ശബരിമല പോലുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തും. പക്ഷെ ഒരു ഊഹം അങ്ങോട്ട് കിട്ടുന്നില്ല. പറയുമായിരിക്കുമല്ലേ കുറെ കഴിയുമ്പോൾ എന്താണ് വാസ്തവത്തിൽ പിണറായി വിജയൻ സർക്കാരും NSSും തമ്മിൽ ഉണ്ടാക്കിയ ധാരണ, അവർ തന്ന ഉറപ്പ്, അത് ചിലപ്പോൾ പറയുമായിരിക്കും. നമ്മൾ അതുവരെ കാത്തിരിക്കുകയല്ല, അത് പറയാൻ വഴിയില്ല. പക്ഷെ ഒരു കാര്യമാണ്, ഈ വാസവ സഖാവിനെ സമ്മതിക്കണം കേട്ടോ. കോട്ടയത്തെ ചില മാപ്രകളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്ര വിശ്വസിച്ചിട്ടില്ല. പിണറായിക്ക് ഇഷ്ടമുള്ള ഒരു നേതാവ് കോട്ടയത്തുനിന്ന് ഒരു നേതാവ്, കോട്ടയത്ത് നേതാക്കളുടെ ഒരു കുറവുണ്ടായിരുന്നു. സുരേഷ് കുറുപ്പിനെ ഒതുക്കാൻ തീരുമാനിച്ചതോടെ നമ്മൾ വാസവനെ പൊക്കിക്കൊണ്ട് വന്നതാണെന്നാ ചിന്തിച്ചത്. സത്യം പറഞ്ഞാൽ ജഗജില്ലിയാ കേട്ടോ.